നിങ്ങളിൽ എത്ര പേർക്ക് അടുത്ത വർഷം ഇതുപോലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ കോടികളുടെ ടേൺ ഓവറും അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ടേൺ ഓവറുമായി ഈ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്? ഈ 10 മിനിറ്റ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ ഭൂരിപക്ഷം പേരും അതിന് തയ്യാറാക്കും. ഈ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും രഹസ്യം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയാ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വർഷങ്ങൾക്ക് മുമ്പ് മൊബൈലൊന്നും ഇല്ലാതിരുന്ന കാലങ്ങൾക്ക് മുമ്പ് അന്ന് ഒത്തിരി പേര് സമ്പന്നരായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അവരെങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കഥകളിലൂടെ. യെസ്, അങ്ങനെ ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരു മുത്തശ്ശി കഥ. ഈ കഥ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നിങ്ങളുടെ ലൈഫ് മാറി മറിയും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കും. അത്തരത്തിലുള്ള ഒരു കഥയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ദൂരെ 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 ബാഗ്ദാദിൽ ജമാൽ എന്നൊരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. ഈ ചെറുപ്പക്കാരൻ സാധാരണക്കാരായ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മകനായിട്ടാണ് ജനിച്ചത്. അയാൾക്ക് ചെറുപ്പത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ചെറുപ്പത്തിൽ ആ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും അവനോട് പറഞ്ഞു, നിനക്ക് നല്ല കഴിവുണ്ട്, നീ വൈദ്യശാസ്ത്രം പഠിക്കണം, ഒരു ഡോക്ടർ ആകണം എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ചിലർ പറഞ്ഞു, ഇല്ല, നീ ഒരു പണി ചെയ്യുക, നീ എഞ്ചിനീയറിംഗ് പഠിക്കുക, നിനക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്. ചിലർ പറഞ്ഞു, അതൊന്നും വേണ്ട, നീ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുക, അതുവേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞു. അവസാനം ആ ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു. പക്ഷെ അവന്റെ പാഷൻ അതായിരുന്നില്ല. അവന്റെ പാഷൻ സമ്പത്തും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞൊരു ജീവിതവും ലോകത്തെ അവന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ കഴിവുള്ള ഒരു ജീവിതമായിരുന്നു അവന്റെ ആഗ്രഹം. ആരുടെയും കീഴിൽ പണിയെടുക്കുന്നതൊന്നും ജമാലിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ആരുടെയും കീഴിൽ പോയി പണിയെടുക്കുക, ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ അവൻ പഠനത്തിന് ശേഷം സ്വന്തമായി പട്ടണത്തിൽ പോയി ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 9 വർഷക്കാലം ഇവൻ കഷ്ടപ്പെട്ട് ഈ ബിസിനസ് എല്ലാം പടുത്തുയർത്തി ഒരുവിധം സ്റ്റഡിയായി വരുമ്പോഴാണ് ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു മഹാമാരി വരുന്നത്. അവന്റെ ജീവിതവും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ഒത്തിരി ബിസിനസ്സുകളെ ബാധിച്ച കാലഘട്ടത്തിൽ അവന്റെ ബിസിനസ്സിനെയും ഈ മഹാമാരി ബാധിച്ചു. അങ്ങനെ അവൻ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം അവന്റെ മുമ്പിൽ ഒരു സൂഫി പ്രത്യക്ഷപ്പെടുന്നു. വ്യത്യസ്തമായ കഴിവുകളുള്ള ദിവ്യശക്തിയുള്ള ഒരു സൂഫി ജമാലിനോട് പറഞ്ഞു, മുസ്തഫ എന്നാണ് ആ സൂഫിയുടെ പേര്. മുസ്തഫ ജമാലിനോട് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് അനുസരിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്താൽ നിനക്ക് ഈ ലോകത്ത് എന്തും നേടാൻ കഴിവുള്ള ഒരു ജീനിയെ ഞാൻ സ്വന്തമായി തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ ഈ ജീനിയെ നേടാനുള്ള കഴിവ് പഠിച്ചത് കോടികൾ മുടക്കിയിട്ടാണ്, അതുകൊണ്ട് നീ എനിക്കൊരു ഫീസ് നൽകണം. ഈ ജമാലിന്റെ കയ്യിൽ അങ്ങനെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നേരം ഫീസ് കൊടുക്കാൻ. അയാൾ അവിടെ നിന്നൊക്കെ ഈ പൈസ സംഘടിപ്പിച്ചു. അങ്ങനെ സൂഫി പറഞ്ഞു 1 ലക്ഷം സ്വർണ്ണ നാണയം നൽകി. ഫീസ് നൽകി കഴിഞ്ഞപ്പോൾ സൂഫി ആദ്യം ജമാലിനെ പഠിപ്പിച്ചത് അത്രയും നാളും ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ജമാലിന്റെ മനസ്സിന് യഥാർത്ഥ ലക്ഷ്യബോധം നൽകി കൊടുക്കുകയായിരുന്നു. അവന്റെ വാല്യൂ ഫ്രീക്വൻസി, എന്തിനോടാണ് അവന് ഇഷ്ടം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയതിനു ശേഷം സൂഫി 2-3 കണ്ടീഷൻസ് ജമാലിനോട് പറഞ്ഞു. നീ ഒരു കൊച്ചു കുട്ടിയായിട്ട് ഇത് മനസ്സിലാക്കണം. നിന്റെ മനസ്സ് ഒരു ബ്ലാങ്ക് പേപ്പറാക്കി മാറ്റണം നീ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സൂഫി ജമാലിനെ കൊണ്ടൊരു യാത്ര പോയി. ബാഗ്ദാദിൽ നിന്നും സുഡാനിലേക്ക് 41 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര. ഈ യാത്രക്കിടയിൽ സൂഫി ജമാലിനോട് പറഞ്ഞു, നീ പോകുന്ന വഴിക്ക് നിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഒരു ബുക്കിൽ എഴുതി വെക്കണം. എന്തെല്ലാം ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ എല്ലാ ആഗ്രഹങ്ങളും നീ ഒരു ബുക്കിൽ എഴുതി വെക്കണം. പോയ വഴിയിൽ കണ്ട നദിക്കരയിൽ നിന്നും ഒരു ചെറിയ കല്ലെടുത്തിട്ട് നീ കയ്യിൽ പിടിക്കണം. എന്നിട്ട് നിന്റെ ജീവിതത്തിലെ അന്നന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നീ നന്ദി പറയണം. നീ മറ്റുള്ളവരോട് സൂക്ഷിക്കുന്ന പക, അത്
അവരെ എടുക്കാൻ കയ്യിലെടുക്കുന്ന ഒരു തീ പോലെയാണ്. അത് നിന്റെ കയ്യിലെടുക്കുമ്പോൾ ആദ്യം പൊള്ളിക്കുന്നത് നിന്റെ കയ്യിനെയാണ് എന്ന് സൂഫി ജമാലിനെ പഠിപ്പിച്ചു. രാവിലെയും വൈകുന്നേരവും ഒരു പ്രത്യേക താളത്തിൽ നിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി സൂഫി പഠിപ്പിച്ചു. നിരവധി കാര്യങ്ങൾ ഈ 41 ദിവസം കൊണ്ട് ജമാൽ സ്വായത്തമാക്കി. അവസാനം ഈ യാത്രയുടെ അവസാനം അവന് മനസ്സിലായി അവന് ആ ജീനിയെ സ്വന്തമായി കിട്ടിയെന്ന്. അവൻ സ്വപ്ന സമാനമായ വീട് സ്വന്തമാക്കി, അവന് ഇഷ്ടമുള്ള വാഹനങ്ങൾ സ്വന്തമാക്കി, അവന്റെ സ്ഥലത്തും നാട്ടിലും അല്ലാത്തയിടങ്ങളിലെല്ലാം അവൻ ലാൻഡ് സ്വന്തമാക്കി. അവനിന്ന് ആവശ്യമുള്ള എന്താഗ്രഹവും നേടാൻ കഴിയും. ഒരു സമയത്ത് 100 രൂപ പോലും എടുക്കാൻ അവന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ നിന്നും അവനെ മാറ്റിമറിച്ചത് അവന്റെ മൈൻഡിന്റെ ശക്തിയാണ്, മനസ്സിന്റെ പവർ. അതാണ് സൂഫി അവന് പകർന്നു കൊടുത്തത്.